വേദിയിൽ ധാരാളം ഭാഷാപ്രവർത്തകർ, സാംസ്കാരിക പ്രവർത്തകർ ഇരിപ്പുണ്ട്. എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. ഞാൻ ലിസ്റ്റ് വെച്ച് എല്ലാവരുടെയും പേര് പറയുന്നില്ല എന്നുള്ളതാണ്, വെറുതെ സമയം കളയുന്നില്ല എന്നുള്ളതുമാണ്. ഇവിടെ നടന്ന മനോഹരമായ വർത്തമാനങ്ങൾ വലിയ സന്തോഷത്തോടെയാണ് കേട്ടിരുന്നത്. മലയാളം മിഷന്റെ ഡയറക്ടർ എന്ന നിലയിലും കവി എന്ന നിലയിലും ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്, വർത്തമാനം ഞാൻ ധാരാളം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിൽ. അതാണ് നിങ്ങൾക്ക് സംവദിക്കാവുന്നതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങോട്ട് നിങ്ങൾക്ക് എന്ത് വേണം പ്രതികരിക്കാം, അതനുസരിച്ച് വർത്തമാനം പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും വനിതാ ദിനവുമായി ബന്ധപ്പെടുത്തിയും കൂടെയാണ് നമ്മൾ മലയാളം മിഷന്റെ പ്രവർത്തകർ ഇന്ന് ഒരുമിച്ച് കൂടി. തീർച്ചയായും അതൊരു വലിയ കാര്യമാണ്. ഇരിക്കുന്ന ഭാഷാ പ്രവർത്തകരിൽ 98% പേരും വനിതകളാണ് എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമാണ്. അത് ഇന്ത്യയിലെ ലോകം മുഴുവൻ ഇപ്പോൾ നമുക്ക് 70 രാജ്യങ്ങളിൽ ഇപ്പോൾ മിഷനുണ്ട്. 2021 അത് 35 രാജ്യങ്ങളായിരുന്നു. ഇപ്പോൾ 70 രാജ്യങ്ങളിൽ മലയാളം മിഷന്റെ പ്രവർത്തനം അതിഗംഭീരവും ആരോഗ്യകരമായിരുന്നു. 2021 ഇന്ത്യയിലെ 23 സംസ്ഥാനങ്ങളിൽ മലയാളം മിഷൻ ഉണ്ടായിരുന്നു. അതിൽ പലതും ആക്റ്റീവ് അല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ 25 സംസ്ഥാനങ്ങളിൽ മലയാളം മിഷൻ പ്രവർത്തനം ഗംഭീരമായി നടക്കുന്നു. അങ്ങനെ ഇന്ന് കേരളത്തിൽ നിന്ന് സംഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു ആഗോള മലയാളി നെറ്റ്വർക്കാണ് മലയാളം മിഷൻ. മലയാളം മിഷൻ പോലെ മലയാളികളുടെ മാനവശേഷിയെ ഒരുമിച്ച് നിർത്തുന്ന ഒരു ആഗോള സംവിധാനം കേരളത്തിലോ ഇന്ത്യക്കോ ഒരു സംസ്ഥാനത്തിനോ അവകാശപ്പെടാൻ കഴിയുന്ന ഒന്നല്ല. അത്ര വിപുലമായ ഒരു അന്തർദേശീയ നെറ്റ്വർക്കായി നമ്മുടെ മാനവശേഷി ഒരു കുടുംബമായി നിൽക്കുന്ന അതിബൃഹത്തായ ഒരു ഘട്ടത്തിലാണ് ഈ സമ്മേളനം, ഈ വനിതാ സമ്മേളനം നടക്കുന്നത്. അത് വലിയ